മലയാള സംവിധായകൻ രഞ്ജിത്ത് ലോ ആൻഡ് ഓർഡർ എന്നൊരു സിനിമയായിട്ട് വരുന്നുണ്ട്. അതിന്റെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രകാശ് വർമ്മ തുടരും സിനിമയിലെ വില്ലൻ അഭിരാമി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ വരുന്നത്. നോക്കാം വാ. തുപ്പാക്കി കൊല്ലാനും ചാകാനും മനസ്സുറപ്പുള്ളവന്മാരുടെ ഒരു സംഘം. അവരോടാണ് യുദ്ധം. ചോര വീഴ്ത്താതെ ചോര കൊടുക്കാതെ തീർക്കാൻ പറ്റും എന്നുറപ്പില്ലാത്ത കളി. അരുൺ അയ്യപ്പൻ സാർ, ഗുഡ് ലക്ക്. അതെ, സെബാസ്റ്റ്യൻ പോൾ സാർ, സർ ഗുഡ് ലക്ക്. ഫിറോസ് മുഹമ്മദ് കുട്ടി സർ, ബിജു കുര്യൻ സർ. ഗൈസ്, ഇതാണ് അവരുടെ ആ ടീം. അതായത് ലോ ആൻഡ് ഓർഡർ, തെറ്റുകളിൽ നിന്ന് മനുഷ്യരെ നന്നാക്കാൻ അല്ലെങ്കിൽ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അല്ലെങ്കിൽ പോലീസ് ഒരു ടീമിനെ നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രിക്കുന്ന ടീമിലുള്ള ആൾക്കാരൊക്കെയാണ് ഇവർ പേരൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട, ഇവരാണ് അവരാണെന്നൊക്കെയാണ്. പക്ഷെ ആ തുടക്കത്തിലെ ഡയലോഗ് തന്നെ ഒരു കാവ്യം പോലെ ഉണ്ട്. ഏത് നോവലിലാണ് ആ ഡയലോഗ്? मरवा माटे तैयार थे जा. ഇംഗ്ലീഷ് പാട്ട് വരെ ഉണ്ട്. കൊല്ലേണ്ടി വരും കുറെ എണ്ണത്തിന്. അഭിരാമി അതവിടെ നിന്ന് കണ്ണാടി വന്നേ. റിട്ടേൺ ബൈ ഉദയകൃഷ്ണായ. ലോ ആൻഡ് ഓർഡർ. ടാർഗറ്റ്. ഇറ്റ്സ് ഡ്യൂട്ടി ടൈം ബോയ്സ്. ഇവിടെ ആറാ ബീജം വിട്ടത്? രഞ്ജിത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ രഞ്ജിത്ത് സിനിമ. ഗൈസ്, ഒരു ഇന്റർനാഷണൽ അപരാധം വരാൻ പോവുകയാണ് രഞ്ജിത്തിന്റെ. പുള്ളിക്കാരൻ നല്ലൊരു ഡയറക്ടർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ പുള്ളി ആ ഒരു ഹുങ്ക് പുള്ളിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്താണെന്നറിയില്ല, അത് പുള്ളിയുടെ സംസാരത്തിലും. ഇനി പുള്ളി അങ്ങനെയാണോ എന്നും അറിയില്ല. ഇത് രഞ്ജിത്താണ് സംവിധാനം ചെയ്യുന്നത്. ഇത് 2026 ഈ ടീസർ. എപ്പോ 2012 അല്ല, 2006 ഇറങ്ങിയ ടീസർ പോലെ ഇറങ്ങിയത്. അത്രയ്ക്കും പഴമ തോന്നിക്കുന്നുണ്ട്. അല്ല, അതിൽ ബാക്കിൽ എഴുതി കാണിച്ച ഫോണ്ടൊക്കെ നിങ്ങൾ കണ്ട പിക്സാർട്ടിലും പിന്നെ പണ്ട് പഴയ ടൈഗർ സിനിമയിലൊക്കെ ആ ടൈമിലൊക്കെ ഉള്ളായിരുന്നു ആ ഫോണ്ട് പോലെ എഡിറ്റിങ്ങിന്റെ ബാക്കിൽ. വേറെ ഇതിൽ BGM കേട്ട ഓർഡർ. ആരാടാ BGM അതാരെന്ന് ശ്രദ്ധിക്കണം കേട്ട. BGM വേറെ. തുടരും സിനിമയിലൂടെ വില്ലനായിട്ട് വന്ന പ്രകാശ് വർമ്മ ഈ പടത്തോടെ ഫീൽഡ് ഔട്ട് ആവുമെന്നാണ് തോന്നുന്നത്. അത് ആ സംസാരത്തിൽ തന്നെ തോന്നിക്കുന്നുണ്ട്, ആ നടത്തത്തിൽ തന്നെ. ആ കണ്ണാടി വന്ന് കണ്ട, ആ കണ്ണാടി പ്രകാശ് വർമ്മ കണ്ണാടി വെച്ച് കണ്ട. അത് ഏത് എഡിറ്റഡാ? അത് സ്നാപ്സീഡ് എന്നാണ് അങ്ങനെ ഏതൊരു സംഭവമാണ്. അത് ഏത് എഡിറ്റിൽ അത് ചെയ്തത്? ഇങ്ങനെ എഫക്റ്റ്, ക്യാപ്കട്ട് എഫക്റ്റുമല്ലാണ്. ക്യാപ്കട്ടിൽ ഇതിലേക്കാട്ട് നല്ല എഫക്റ്റ് ഉണ്ടല്ലോ. ഇതിൽ 5 പോലീസുകാര്. ഇത് മിക്കവാറും ഇതിലെ ഡയലോഗുകളൊക്കെ മറ്റേ പഠിച്ച് കവിത എഴുതി മലയാള അക്ഷരമാലയെ പോലെ ചോര കൊണ്ട് പുതപ്പിക്കുന്ന നീർമനസ്സുകളിൽ നിറഞ്ഞൊഴുകുന്ന കവികളാൽ മാനസാന്തരക്കപ്പെട്ട സാക്ഷാത്കരിക്കപ്പെട്ട ഇതുപോലത്തെ ഈ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വരാൻ പോണം. കൊല്ലണം, കുറച്ചുപേരെ കൊല്ലണം. ഉദയകൃഷ്ണയാണ് റൈറ്റില്. പുള്ളിക്ക് ബോംബ് ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്ക് എവിടെ നിന്നാണ് ഇത്രയും മാത്രം ബോംബ് കിട്ടുന്നത്? ഇതിൽ ഈ ബോംബിന് ഒരു വീക്ക്നെസ് മാറ്റാൻ വേണ്ടി രഞ്ജിത്തിന്റെ കയ്യിൽ പോയിട്ട് ബോംബ് അമിട്ടിന്റെ പറയുവാണ്, നമുക്കൊരു വലിയൊരു റോക്കറ്റ് വിട്ടാലോ എന്ന്. അപ്പൊ റോക്കറ്റ് പറയുവാണ്, വലിയ റോക്കറ്റ് എന്തിനാണ്, അതിനേക്കാളി വലിയൊരു റോക്കറ്റ് വിടാൻ. അപ്പൊ അമിട്ടും ബോംബ് ഒരുമിച്ച് ചെയ്യുന്നിട്ട് ഒരു റോക്കറ്റ് വിടാൻ വേണ്ടി വരുന്നതാണ് ലോ ആൻഡ് ഓർഡർ. അത് എനിക്ക് ഏറ്റവും ചിരി വന്ന സീനാന്നറിയാം. തോക്കും കൊണ്ട് ലാസ്റ്റ് പ്രകാശ് വർമ്മ നടന്നു പോകുന്ന ഒരു സീന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഏത് വർഷത്തിലടാ ടീസർ? ഇത് പണ്ടെങ്ങോ
പ്രകാശ് വർമ്മ ചുമ്മാ തല വെച്ചു കൊടുത്തതാണ്, അതോ പുള്ളിക്ക് ഇനി വേറെ പടമൊന്നും കിട്ടാത്തോണ്ട് പുള്ളി പോയി തല വെച്ചു കൊടുത്താണെന്ന് പറഞ്ഞോണ്ട് ഇതിൽ ഇടയിൽ അഭിരാമി വരുന്നുണ്ട്. നല്ല ടീമാണ്, നല്ല ബെസ്റ്റ് ടീമാണ് രഞ്ജിത്ത്, ഉദയകൃഷ്ണ. അമ്പോ